ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെന്നൈയിൻ FC പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. നിലവിൽ എല്ലാ താരങ്ങളും ക്ലബിന്റെ ക്യാമ്പിൽ ഉണ്ട്. മുഴുവൻ സ്ക്വാഡുമായാണ് ഡേവിഡ് കാറ്റില ട്രെയിനിങ് നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിബിൾ ലൈനപ്പ് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. അതായത് 6 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആയിരുന്നു പങ്കുവച്ചിരുന്നത്. 6 വിദേശ താരങ്ങളെ ഒരേ സമയം കളിപ്പിക്കാനുള്ള അനുമതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു 11 കൂടി നമുക്ക് എക്സിൽ കാണാൻ കഴിയും. അതായത് 5 വിദേശ താരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 11 ആണ് ഉള്ളത്. 4-2-3-1 എന്ന ഫോർമേഷനാണ് വരിക. ഒരല്പം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയ ഒരു ഫോർമേഷൻ ആയിക്കൊണ്ടാണ് ഇത് തോന്നുന്നത്. ഏതായാലും ഈ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറ ഫെർണാണ്ടസിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ ഒരു ലൈനപ്പിൽ ഉള്ളത്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് ബികാഷ് യുമ്നത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. മികച്ച താരമാണ്. ഇനി വിദേശ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് യുവാൻ റോഡ്രിഗസ് ഇപ്പോൾ ടീമിനോടൊപ്പമുണ്ട്. കഴിഞ്ഞ ചെന്നൈയിൻ FCക്കെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ യുവാൻ റോഡ്രിഗസ് കളിക്കുകയും ചെയ്തിരുന്നു. ഇനി വിംഗ് ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടത് വിംഗ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ വലത് വിംഗ് ബാക്ക് ആയിക്കൊണ്ട് പുതിയ താരമായ അമേ റണവാഡയെ അവിടെ ലഭ്യമാണ്. ഇങ്ങനെയാണ് ഡിഫൻസ് വരുന്നത്. ഇനി മധ്യനിരയിൽ 2 താരങ്ങളെ ഉപയോഗപ്പെടുത്താം. ഒരാൾ വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡുഷാൻ ലഗാത്തോറാണ്. മറ്റൊരാൾ ഇന്ത്യൻ സൂപ്പർ താരമായ വിപിൻ മോഹനനാണ്. ഇങ്ങനെ 2 താരങ്ങൾ മധ്യനിരയിൽ വരും. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ അഡ്രിയാൻ ലൂണയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി ഇടത് വിങ്ങിൽ നോവ സദോയെ നമുക്ക് കളിപ്പിക്കാം. വലത് വിങ്ങിൽ കോറു സിംഗ് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് പുതിയ വിദേശ താരമായ കോൾഡോ ഒബിയാറ്റയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരിക. 4-2-3-1 എന്ന ഒരു ഫോർമേഷനാണ് ഇത്. വിദേശ താരമായ തിയാഗോ ആൽവസിന് പുറത്തിരിക്കേണ്ടി വരും. നമുക്കറിയാം തിയാഗോ ആൽവസ് ഒരു ഇടത് വിങ്ങറാണ്. ഇടത് വിങ്ങിൽ നമുക്ക് നിലവിൽ നോവ സദോയെ ലഭ്യമാണ്. ഇനിയിപ്പോൾ തിയാഗോ ആൽവസിനെ ഇടത് വിങ്ങിൽ കളിപ്പിക്കണമെങ്കിൽ നോവ സദോയെ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ കോറു സിംഗിനെ പുറത്തിരുത്തിക്കൊണ്ട് നോവ സദോയെ നമുക്ക് വലത് വിങ്ങിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരൽപ്പം കൂടി അനുയോജ്യമായ ഒരു ലൈനപ്പ്, ഒരു ഫോർമേഷൻ ഇതാണ് എന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.